Hi guys, it's me Rindo and welcome to Career Talks with Avodha. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ സോനയാണുള്ളത്. സോന നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് ഇപ്പൊ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡന്റ് ആണ്. സോന, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, എവിടെയാണ് സോന, എവിടെയാണ് നാട്? നാട് മൂവാറ്റുപുഴയാണ്, എറണാകുളം ഡിസ്ട്രിക്റ്റ് ആണ്. ഓക്കെ ഓക്കെ ഫൈൻ. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാചുലേഷൻസ് കേട്ടോ. ഇപ്പൊ നമുക്ക് നമ്മുടെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് സക്സസ്ഫുള്ളി ഒരു ഇന്റേൺഷിപ്പിന് പ്ലേസ്ഡ് ആയെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പൊ എങ്ങനെ പോകുന്നു ഇപ്പം ഇന്റേൺഷിപ്പ് ഒക്കെ എങ്ങനെയുണ്ട് ചെയ്തിട്ട്? നല്ല രീതിയിൽ പോകുന്നു. ഇപ്പൊ ഒരാഴ്ചയായി ഞാൻ ജോയിൻ ചെയ്തിട്ട് പഠിച്ചു വരുന്നു. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? എവിടെയായിരുന്നു അപ്പോ? ഇപ്പൊ കറന്റ്ലി പ്ലേസ്ഡ് ആയേക്കണ അഡാക്സ് ഡിജിറ്റൽസ് എന്ന് പറഞ്ഞിട്ട് എറണാകുളം കലൂർ ബേസ്ഡ് ഒരു കമ്പനിയിലാണല്ലേ. അപ്പം ഓക്കെ, അപ്പം വർക്ക് ഫ്രം ഹോം ആണോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓക്കെ ഓക്കെ. എന്തുണ്ട് അവിടെ? നമുക്ക് എന്താണ് ശരിക്കും നമ്മുടെ ഇവിടെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണോ നിങ്ങൾക്ക് അവിടെ ചെയ്യേണ്ടി വരുന്നത്? പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെ, ഗൂഗിൾ ആഡ്സ്, SEO, നമ്മള് അതൊക്കെ തന്നെ, പിന്നെ ഫേസ്ബുക്ക് മാർക്കറ്റിംഗ്, അതെല്ലാം തന്നെയാണ്. അതൊക്കെ തന്നെയാണല്ലേ. ശരി ശരി. ഓക്കെ. ഇപ്പം ക്ലയൻസ് എന്ത് അഡ്വർടൈസിംഗ് ഫേം ആണോ അത്? ശരിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വർടൈസിംഗ് ഫേം ആയിട്ടാണോ വരുന്നത്? അത് മാർക്കറ്റിംഗ് സർവീസ് ആണ്. നമ്മള് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്ന ടെക്നിക്കൽ ടീം വേറെ ഉണ്ട്, കസ്റ്റമർ റിലേഷൻഷിപ്പ് ഓഫീസേഴ്സ് ഉണ്ട്. ശരി. അപ്പം നമ്മൾ ഈ വർക്ക് ഫ്രം ഹോം ആയിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അപ്പം അവരുടെ ഫാക്കൽറ്റി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അപ്പം കൂടുതലായിട്ടുള്ള ടാസ്ക് നമ്മൾ ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അപ്പൊ അവരുടെ ഹെൽപ്പ് ഉണ്ട്. നമ്മളൊരു നമ്മുടെ ടീമില് അവര് എല്ലാ ഹെൽപ്പും ചെയ്യുന്നുണ്ട്. എല്ലാ രീതിയിലും നന്നായിട്ട് പോകുന്നുണ്ടല്ലേ. അവോധയിൽ നിന്ന് തന്നെ ഇറങ്ങിയ സ്റ്റുഡൻസ് തന്നെയാണ് അവരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഓക്കെ. അവിടെ നമ്മുടെ വേറെ സ്റ്റുഡൻസ് പ്ലേസ്ഡ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. ശരി ശരി. ഓക്കെ. അപ്പൊ നമുക്ക് അവിടെ ടാസ്ക് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പം ക്ലയൻസുമായിട്ട് ഡയറക്ട്ലി ഇന്ററാക്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടോ? അതോ അവരായിട്ട് തന്നെ അസൈൻ ചെയ്ത് തരുവാണോ ചെയ്യുന്നത്? എങ്ങനെയാണ്? അവര് ക്ലയൻസിന് ഡേറ്റാബേസ് നമുക്ക് തരും. നമ്മള് ക്ലയൻസിന് സംസാരിക്കണം, നമ്മൾ അവരായിട്ട് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കണം, നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അവരെ കൺവിൻസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. എല്ലാ രീതിയിലും വരുന്നുണ്ടല്ലേ. അപ്പൊ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. നമ്മുടെ അവോധയുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ്ങിനെ കുറിച്ച് അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? പഠിച്ച കാര്യങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാവോ? പഠിച്ചത് നമ്മൾ ലോക്ക്ഡൌൺ ടൈമിലാണ് ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് അവോധയുടെ, ഞാൻ എന്റെ ഫ്രണ്ട് അതിന് വേണ്ടി വർക്ക് ചെയ്യുണ്ടായി, ആള് പറഞ്ഞിട്ടാണ് ജോയിൻ ചെയ്തത്. ജോയിൻ ചെയ്തപ്പോ എല്ലാരും ഇതിന് ഡിജിറ്റൽ മാർക്കറ്റിംഗിന് പോവാണോ എന്നൊക്കെ ചോദിച്ചു പലരും. പക്ഷെ ഞാൻ ഒട്ടും തളരാതെ എന്തെങ്കിലും ഒരു വഴി കാണും, ഇതായിരിക്കും ചിലപ്പോ വഴി. തീർച്ചയായിട്ടും അത് ചോദിച്ചവർക്കൊക്കെ ഒരു ആൻസർ ആയിട്ട് ഇപ്പം സോനയ്ക്ക് ഇത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലേ. തീർച്ചയായിട്ടും നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇനി അങ്ങോട്ടേക്ക് സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ച ആൾക്കാരാണ് ഏറ്റവും മിസ്റ്റേക്കൺ ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇനി അങ്ങോട്ടേക്ക് അതിനാണ് സാധ്യത മുഴുവൻ ഉള്ളത്. ക്ലയന്റിനോട് സംസാരിക്കുമ്പോ തന്നെ പറഞ്ഞു, പണ്ടൊക്കെ ന്യൂസ് പേപ്പർ നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാനുള്ള പോസിബിൾ, ഇപ്പൊ അതൊരു പേപ്പറാണ്, ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ഭയങ്കരമായിട്ട് നിൽക്കുന്നത് എന്നൊക്കെ ആളെ എന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത്. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് ഉള്ള ഫീൽഡാണ്. നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കിപ്പം മേ ബി സ്റ്റാർട്ടിങ്ങിൽ സാലറി പാക്കേജ് ഒക്കെ, ഇപ്പം ഇവിടെ വിളിക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മളോട് ചോദിക്കാറുണ്ട് സ്റ്റാർട്ടിങ് എത്ര സാലറി പാക്കേജ് കിട്ടും. പക്ഷെ അതല്ല, നമ്മളൊരു ജോബിന് കയറി കഴിഞ്ഞതിന് ശേഷമാണല്ലേ നമുക്ക് ഗ്രോത്ത് കാര്യങ്ങളെല്ലാം നമ്മുടെ പെർഫോമൻസ് അനുസരിച്ചിട്ടാണ് വരുന്നത്. ഇപ്പൊ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് പീരീഡ് തന്നെയാണ്. അവിടെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ എത്രത്തോളം ഓൺലൈനായിട്ട് പഠിച്ചു എന്ന് പറഞ്ഞാലും ഇതുപോലുള്ള പ്രാക്ടിക്കൽ നോളജ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ടാണ് നമ്മൾ ഇന്റേൺഷിപ്പ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നതും. ഓക്കെ. അപ്പൊ നമുക്കിവിടെ 2800 എന്നുള്ള ഒരു പാക്കേജിലായിരിക്കും പഠിച്ചതെന്ന് വിശ്വസിക്കുന്നു. അപ്പോ അതില് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു 2000 ഇപ്പം മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അല്ലെങ്കിൽ ഫേംസിനെ നോക്കിക്കഴിഞ്ഞാൽ അവരവിടെ മേ ബി ഒരു 10,000 അല്ലെങ്കിൽ 20,000 പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആണ് ആക്ച്വലി നമ്മൾ ഇത്ര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസിന് തരുന്നത്. ഞാൻ ജോയിൻ ചെയ്യാൻ ഇരുന്നപ്പോ ഞാൻ വേറെ ഒരാളുമായിട്ട് വിളിച്ച് സംസാരിച്ചു. അപ്പൊ അവര് 15 പറഞ്ഞത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ. അതെ അതെ അതെ. ശരിക്കും പറഞ്ഞാൽ നമ്മളതില് നിങ്ങൾക്ക് ഈ ഒരു 2800 എന്നുള്ള ഒരു പാക്കേജിൽ എന്തെങ്കിലും നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ള എന്തെങ്കിലും ഒരു, അല്ലെങ്കിൽ കുറച്ചും കൂടി ഇത് ബെറ്റർ ആകാമായിരുന്നു തോന്നിയ എന്തെങ്കിലും ഒരു
കാര്യം ഉണ്ടോ അതിൽ ശരിക്കും പറഞ്ഞാല്? ബെറ്റർ അങ്ങനെയില്ല. പക്ഷെ നമ്മള് ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാൻ നമ്മുടെ അടുത്ത് നിന്ന് ആരെങ്കിലും ഒന്നും കൂടെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ എന്നൊന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ കുറച്ചുകൂടെ വർക്ക് ചെയ്യാൻ റെഡി ആയിരുന്നോണ്ട് ഐ യൂസ് ടു കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചെയ്തൊക്കെ നോക്കിയോണ്ട് കുഴപ്പമില്ലാതെ പോയി. ഓക്കെ. പക്ഷെ അത് ഓൺലൈൻ ആയിട്ട് ചെയ്തത് കൊണ്ടാണ് ആക്ച്വലി ഇപ്പൊ വർക്ക് ഫ്രം ഹോം ഒരു പരിധി വരെ നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത്. കാരണം നമ്മളിപ്പം അങ്ങനെ ഒരു എപ്പോഴും നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരാൾ ഉണ്ടാവണം നിർബന്ധമില്ലല്ലോ. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം ആണെങ്കിലും ചെയ്യാൻ പറ്റുന്നത് ആ സ്വന്തമായിട്ട് ആ ഒരു ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ സ്വന്തമായിട്ടെല്ലാം ചെയ്യാനായിട്ട് നിങ്ങൾ ശീലിച്ചതിന്റെ ഒരു ഭാഗമായിട്ട് കൂടിയാണ്. അപ്പൊ അതാണ് നമ്മുടെ കോഴ്സുകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതും. അപ്പം എന്താണെങ്കിലും ഓൾ ദ ബെസ്റ്റ്. നമുക്കിപ്പം ഇന്റേൺഷിപ്പ് ചെയ്യുന്ന കമ്പനിയിൽ തന്നെ തുടർന്ന് നല്ലൊരു ജോബ് പ്ലേസ്മെന്റിലോട്ട് എത്തട്ടെ. അതല്ലെങ്കിൽ തന്നെ നമ്മുടെ പ്ലേസ്മെന്റ് സർവീസ് യൂസ് ചെയ്തുകൊണ്ട് ഏറ്റവും നല്ലൊരു ജോബിന് എത്രയും വേഗം പ്ലേസ്ഡ് ആവാനായിട്ട് എല്ലാവിധ ആശംസകളും ഒക്കെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.